ഹായ് ഗൈസ്, ഹരർ മഹാദേവ് അനല്ല ഹാഫീസ്. ഇന്നൊരു കാര്യം പറയാൻ വന്നതാണ് ഞാനിവിടെ. നോക്കണേ, ഈ മരം കണ്ടോ? മാങ്ങ കണ്ടോ? മാങ്ങാൻ്റെ അല്ലേ? കണ്ടോ? പക്ഷെ മാങ്ങയ്ക്ക് ഭയങ്കര ഇതാണ്, പുളിയാണ്. പിന്നെ ഈ മാങ്ങ എന്താ പറയുക, ഇത് വേറെ ഞങ്ങളുടെ അയൽവാസിൻ്റെയാണ്. പക്ഷെ ആ അയൽവാസി ആൻറ്റി ഉണ്ടല്ലോ, നല്ല സ്വഭാവമുള്ള ആൻറ്റിയാണ്, നല്ല മനസ്സ്. അതേപോലെ അവർക്ക് നല്ല മക്കളുള്ള വലിയ മക്കളാണ്, എന്നാലും നല്ല സ്വഭാവമുള്ള കുട്ടികളാണ്. ഈ ഈ ഈ മാങ്ങ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ 3-4 എടുക്കും. പക്ഷേ ആ ആൻറ്റി ഒരിക്കലും ചോദിക്കാൻ വരില്ല, ഇവിടെ മാങ്ങ വീണു എൻ്റെ, എവിടെ പോയി എന്ന് ചോദിക്കില്ല. കാരണം എന്താ അറിയോ, അവർ ചോദിക്കാതെ വെയിലത്തൊന്ന് മാറി നിൽക്കട്ടെ, ഭയങ്കര വെയിലാണ്. എൻ്റെ എൻ്റെ ടീൻ്റെ അടുത്ത് പോട്ടെ. എന്താ സംഭവിച്ചാൽ സാധാരണ ഞാനാണെങ്കിലും അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ടീച്ചറെ നമ്മുടെ മാങ്ങ വീണോ, ഞങ്ങളുടെ മാങ്ങ വീണോ, ഇവിടെ വീണിട്ടുണ്ടോ ഇങ്ങനെ നോക്കൂ അല്ലേ. പക്ഷെ സാധാരണ ആൾക്കാർ അങ്ങനെയാണ്. ഈ ആൻറ്റി അങ്ങനെയല്ല കേട്ടോ. വീണാൽ എടുത്തോ, കഴിച്ചോ ഇങ്ങനെ പറയുന്നത്. നല്ല നല്ല ഹാർട്ടുള്ള ആളാണ്, നല്ല മനസ്സുള്ള ആളാണ്. അതേപോലെ അവരുടെ മക്കളും അങ്ങനെയാണ് കേട്ടോ. അവർ ചോദിക്കാനും പറയാനും വരില്ല. അങ്ങനെ വീണോ, ഇത് വേണോ ചോദിക്കൂല. നല്ല സ്വഭാവമല്ലേ? അങ്ങനെ നമ്മുടെ സ്വഭാവമായിരിക്കണം എപ്പോഴും, എല്ലാവർക്കും വേണ്ടി അല്ലേ. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ നല്ലതായി നിന്നാലേ എല്ലാം നല്ല അല്ലേ. ഒരാൾ നല്ലതില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക് കുറച്ച് നല്ലതാവും. ഞാനൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അവരിങ്ങനെയല്ല ചെയ്യുന്നതൊക്കെ ചിന്തിക്കില്ലേ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കും. അതാണ് എൻ്റെ വിശ്വസ്ത. അപ്പോൾ എല്ലാവരും നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ലപോലെ ഇരിക്കുക, ആരെ കുറ്റം കുറവ് പറയാതിരിക്കുക. കുറ്റം ചിലപ്പോൾ ഞാനും പറഞ്ഞു കേട്ടോ, എന്നാലും അത്രയൊന്നും പറയില്ല കേട്ടോ. സത്യം പറയുക, കുറ്റം അങ്ങനെ പറയില്ല. ചില കാര്യം ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ പറയുള്ളൂ, അങ്ങനെ ഞാൻ കുറ്റം പറയില്ല. ആരെയും വേദനിപ്പിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ ആരെങ്കിലും വേദനിച്ചപ്പോൾ വേദന ആയാലും വേറെ കാര്യം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല, സത്യം. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാവരും ആവണം എന്ന് വിചാരിക്കുന്നു. നല്ല മനസ്സിൻ്റെ ആളാവണം അല്ലേ എല്ലാവരും. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ആൻറ്റീൻ്റെ പോലെ തന്നെ ഉണ്ടാവണം എല്ലാവരും. കാരണം ആൻറ്റി എന്ത് ചെയ്താലും എല്ലാവർക്കും കൊടുക്കും, അതേപോലെ തന്നെ നമ്മളും ആവണം.